സ്വാഗതം ഇൻഫോനെവ്സ്കേരള. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ എല്ലാ സേവനങ്ങളും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങളായ വാഹന കൈമാറ്റം, RCയിലെ വിലാസം മാറ്റൽ, അതുപോലെ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, ഡ്രൈവിംഗ് ലൈസൻസ് പുതിയതെടുക്കൽ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സേവനങ്ങളും ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മുടെ കയ്യിൽ നമ്മളൊരു ലൈസൻസി ആണെങ്കിൽ, ലൈസൻസ് ഉള്ള ആളുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ വാഹനമുള്ള ആളുകളാണ് എങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്നൊരു നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുക. ആദ്യമായി മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിവാഹൻ എന്ന വെബ്സൈറ്റിൽ കയറുക. ഓൺലൈൻ സർവീസസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസിൽ ഫോൺ നമ്പർ ചേർക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന മെനു തിരഞ്ഞെടുക്കുക. അപ്പോൾ തുറക്കുന്ന പേജിൽ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. ഒട്ടേറെ ഐക്കണുകളുടെ കൂട്ടത്തിൽ അപ്ഡേറ്റഡ് മൊബൈൽ നമ്പർ എന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസ്, കണ്ടക്ടർ ലൈസൻസ് എന്നിവയിൽ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അതുമായി ബന്ധപ്പെട്ട ലിങ്ക് തിരഞ്ഞെടുക്കുക. ലൈസൻസ് വിതരണം ചെയ്ത തീയതി, ലൈസൻസ് നമ്പർ, ജനനത്തീയതി എന്നിവ ലൈസൻസ് നോക്കി അതേപോലെ രേഖപ്പെടുത്തിയ ശേഷം വെബ്സൈറ്റിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോയിൽ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക. അങ്ങനെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫോണിൽ OTP നമ്പർ ലഭിക്കും. അത് സൈറ്റിൽ രേഖപ്പെടുത്തിയ ശേഷം അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ആ ലൈസൻസിൻ്റെ സേവനവുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റഡ് ആവും. പിന്നീട് നമ്മുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട എന്ത് സേവനങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ ആ വിവരം നമ്മുടെ മൊബൈലിൽ SMS ആയി ലഭിക്കും. ഇതേപോലെ തന്നെയാണ് വാഹനവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് തിരഞ്ഞെടുക്കുന്നിടത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന് തിരഞ്ഞെടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ സേവനങ്ങൾക്കും മൊബൈൽ അപ്ഡേഷൻ നിർബന്ധമാണ്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കി നമ്മുടെ എല്ലാ സേവനങ്ങളും നമ്മുടെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തി ഏറ്റവും കുറ്റമറ്റ രീതിയിലാക്കാനുള്ള ഒരു ജാഗ്രത നമ്മൾ കാണിക്കുക. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഇത്തരം സേവനങ്ങൾ ലഭിക്കാനുള്ള കാലതാമസം നേരിടുന്നുണ്ട് എന്ന തിരിച്ചറിവോടുകൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വിഷയമായി കാണുന്നവരെ ബൈ.